കാലഘട്ടത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ പിണറായി സർക്കാർ ഉണ്ടല്ലോ, ജസ്റ്റ് ബാൻ ഇൻ ദ നെയിം ഓഫ് പിണറായി. ഓക്കെ, അവര് കേന്ദ്ര സർക്കാരിന് വന്നിട്ടുള്ള എല്ലാ വിശപ്പിന്റെ കിറ്റ് ഉണ്ടല്ലോ, അത് സെൻട്രൽ ഗവൺമെന്റ് വന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ തകർക്കുന്നുണ്ട്. എവിടെയാണ് ലാസ്റ്റ് മന്തിന്റെ ബില്ല് എടുത്തിട്ട് നോക്കും നിങ്ങൾ, അവിടെ ഫസ്റ്റ് വരുന്ന ബില്ലാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരാൾക്ക് 4 kgs റൈസും 1 kg വീട്ടുണ്ട് ആട്ട. സെക്കൻഡ് ബില്ലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. സോ എവിടെയാണ് ഇല്ലതാക്കിയിട്ടുണ്ട്? ഈ കോവിഡ് കാലത്ത് കൊടുത്ത കേരള സർക്കാർ കൊടുത്ത കിറ്റ് എവിടെ നിന്ന് വന്നതാണ്? എവിടുന്നാണ് ഒന്ന് തെളിയിക്കാൻ പറ്റുമോ? അത് തെളിയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തത്. അല്ലാതെ നിങ്ങൾ തെളിയിക്കുക. കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് വന്നത് തെളിയിച്ചിട്ട് ബാക്കി നമുക്ക് മുമ്പോട്ട് പോകും. ഒരു സ്ഥാനാർത്ഥി കള്ളം പറയട്ടെ, ഇലക്ഷൻ കാലത്ത് എന്തെങ്കിലും കള്ളം പറയട്ടെ. കള്ളം പറയുന്നത് ഇലക്ഷൻ കാലത്ത് എന്തെങ്കിലും കള്ളം പറയട്ടെ. അത് ഇത്രയും മീഡിയന്റെ മുന്നിൽ നിന്നുണ്ട്. ഏത് ഫണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്തത് എന്ന് പറയാം. അതേ ഫണ്ട് ഉപയോഗിച്ച് BJP ഭരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റിൽ സമാനമായ കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ക്ലിയർ ആക്കിയിട്ട് മുമ്പോട്ട് കർണാടകയിൽ കൊടുത്തിട്ടുണ്ട്. കർണാടകയിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. BJP ഭരിക്കുന്നു. ബിജെപിക്ക് എന്തെല്ലാം BJP ഭരിക്കുമ്പോൾ അവിടെ കോവിഡ് കാലഘട്ടത്തിൽ എന്തെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നേരിട്ട് അറിയാം. ബിക്കോസ് ആ ഒരു മന്ത് ഞാൻ അവിടെ ലോക്ക് ആയിട്ടുണ്ടായതാണ്. അതിന്റെ ശേഷം ഇവിടുന്ന് കൂടുതലായിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് അവിടെ BJPക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എവിടെ കേരളത്തിന് കിട്ടിയ ഒരു 2-3 ഐറ്റംസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മിൽക്ക് 2 days വൺസ് ഫ്രീ ആയിട്ട് മിൽക്ക്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, ഈവനിങ് നമുക്ക് ഫ്രൂട്ട്സ്. ഇത് നമ്മളെ ഞാൻ പറയണ കേൾക്കണം. ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ നിങ്ങൾ ചോദിച്ചല്ലോ ഏത് ഭരണത്തിൽ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തത്? അതാണ് എന്റെ ചോദ്യം. കർണാടകയിൽ കൊടുത്തോ ഇല്ലയോ? ഞാൻ പറഞ്ഞു. അപ്പൊ BJP ഗവൺമെന്റ് ഉണ്ടായ സമയത്ത് ഇത്രയുള്ള ഫെസിലിറ്റീസ് അവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ചല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യം അതല്ല. കോവിഡ് കാലത്ത് കേരളത്തിൽ വിതരണം ചെയ്ത കിറ്റ് ഒരു സഞ്ചിയിലാക്കി പിണറായിയുടെ സഞ്ചിയിലാക്കി കൊടുത്തു എന്നാണ് മാഡം പറഞ്ഞത്. അത് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ടാണ് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്? അതാണ് എന്റെ ചോദ്യം. അതിന് മറുപടി ഉണ്ടോ? BJP കോവിഡ് കാലത്ത് പ്രചരിപ്പിച്ച ഒരു കള്ള പ്രചരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ ആ കള്ളം വീണ്ടും ആവർത്തിക്കരുത്. ഏത് ഫണ്ടാണ് കേന്ദ്ര സർക്കാർ എത്ര രൂപ അതിനു വേണ്ടി ചെലവഴിച്ചു? അതൊന്ന് പറഞ്ഞ് ക്ലിയർ ആക്കിയാൽ നമുക്ക് ചോദ്യമില്ല. സത്യം ഇതാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്താണ് ഈ പറയുന്ന കിറ്റ് വിതരണം ചെയ്തത്. ഒരു കേന്ദ്ര സർക്കാരിന്റെ 1 രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖ അടക്കമുണ്ട്. അത്തരം കള്ളം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത്. ഒരു കള്ളം പലതവണ ആവർത്തിച്ചാൽ സത്യമാകില്ല. വേണം സത്യമാകില്ല. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഏത് ഫണ്ടാണ്? മറുപടിയില്ല. ഈ പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിന്നെ ഈ CAA ചട്ടം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഇപ്പോ 2014 2014 ഞാൻ പറഞ്ഞ ശേഷം അതേപോലെ നിരവധി സ്കീംസ് പറഞ്ഞത് മാത്രമല്ല പറഞ്ഞിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഒരു പ്രോജക്ട്സ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം, വിമൻസ് വേണ്ടിയിട്ട് സെൻട്രൽ വിമൻസ് ആയിട്ട് കൊണ്ടുവന്ന സ്കീംസ് പറഞ്ഞെങ്കിൽ സ്വച്ഛ് ഭാരത് അഭിയാനാണ്. നമുക്ക് അറിയാം വിമൻസ്ക്ക് ഒരു ഫ്രീഡം ആയിട്ട് ഒരു പ്രൈവസി ആയിട്ട് പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. സോ അത് മുന്നോട്ട് വെച്ചിട്ടായിട്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ കൊണ്ടുവന്നു. ഇപ്പോൾ അതിന്റെ റിസൾട്ട് ആണ് 100%. എല്ലാ സാധാരണക്കാരുടെ വീട്ടിൽ 100% ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ നടപ്പിലാക്കി ഫ്രീ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീം വന്നു. ബിക്കോസ്
നമുക്കറിയാം ഈ പെണ്ണുകുട്ടികളെ നമുക്ക് കൊണ്ടുവരാൻ വളർത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ അച്ഛമ്മമാർ കുട്ടി പെണ്ണ് നടന്ന ശേഷം ഭ്രൂണത്തിന് ഹത്യ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫീമെയിൽ റേഷ്യോ വളരെ കുറവുണ്ടായിരുന്നു. സോ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ വി കേം ടു നോ ദാറ്റ് ഈ ഫീമെയിൽ ഭൂമിലത്തെ കില്ലായിക്കൊണ്ടുണ്ടായ ടൈമാണ് റേഷ്യോ വാസ് വെരി ലെസ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ഫോർ വുമൻ ഒരു സ്കീം കൊണ്ടുവന്ന് ബേട്ടി ബച്ചാവോ ഓർ ബേട്ടി ബച്ചാവോ ആൻഡ് ബേട്ടി പഠാവോ. ആ ഒരു റിസൾട്ട് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട് ഇപ്പൊ നമുക്ക് 1000 മെൻ 1020 വിമൻസ് ആണ്. ദെൻ വി ക്യാൻ കം ടു ജൻധൻ അക്കൗണ്ട്. ഹയസ്റ്റ് വിമൻസ് ആണ് ഈ ആനുകൂല്യം നേടിയത്. കോവിഡ് കാലഘട്ടത്തിൽ 0 ബാലൻസ് അക്കൗണ്ട് ഉള്ള പെണ്ണുങ്ങൾക്ക് മാസത്തിൽ 3 മന്ത് 500 അമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് താഴെത്തട്ടിൽ പോയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, നമുക്ക് റെസ്പോൺസ് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. സുകന്യ സമൃദ്ധി യോജന അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. ഒരു ഉജ്വല യോജന നമുക്കറിയാം, പെണ്ണുങ്ങൾ പുറത്തുള്ള ഫോറസ്റ്റിൽ പോയിട്ട് വുഡ് കൊണ്ടുവന്നിട്ട് ഫയർ കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് സോ ദേ വർ ടേക്കിംഗ് ദാറ്റ് ഇൻഹേലിംഗ് ദാറ്റ് സ്മോക്ക്, ദേ വർ ഗെറ്റിംഗ് ടു ദി ഡിസീസസ്. അപ്പോൾ ക്യാൻസർ കൂടുതലായി വന്നിട്ടുണ്ടായി. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കേം ടു നോ ദാറ്റ് ആ സ്മോക്ക് ഇൻഹേലാണ് അത് കൂടുതലായിട്ട് ബാധകത ആയിക്കൊണ്ടുണ്ടായി. സോ സാധാരണ ജനങ്ങൾ ബിലോ പാവർട്ടി പീപ്പിൾക്ക് ഗ്യാസ് എടുക്കണമെന്ന കപ്പാസിറ്റി ഇല്ല. സോ BPL കാർഡുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് ഉജ്വല യോജന അടിയിട്ട് ഫ്രീ കണക്ഷൻ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉജാല യോജന ബൾബ് LED ബൾബ്, പിന്നെ ജൽജീവൻ മിഷൻ ത്രൂ ആയിട്ട് വാട്ടർ. അപ്പോൾ കാലി ഒരു സ്കീം കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കുന്നല്ലാണ്ട് ഒരു വീടിക്ക് എന്തെല്ലാം വേണം, ഒരു വീടിക്ക് ബൾബും വാട്ടറും ഗ്യാസും അതേപോലെ മുദ്ര യോജന, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇങ്ങനത്തെ ചില കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഒരു സ്ത്രീക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്